നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി ഏത് ചെകുത്താനാണെങ്കിലും തൻ്റെ പിന്തുണയുണ്ടാകും. ഇതായിരുന്നു കഴിഞ്ഞ ദിവസം PV അൻവറിൻ്റെ വാക്കുകൾ. എന്നാൽ ആ വാക്കുകൾ പറഞ്ഞപ്പോഴും അൻവർ എന്ന കുറുക്കൻ്റെ മനസ്സിലിരിപ്പ് കോൺഗ്രസ് തൻ്റെ വഴിക്ക് വരുമെന്നായിരുന്നു. എന്നാൽ അൻവറിൻ്റെ കണക്കുകൂട്ടൽ കോൺഗ്രസ് അടപടൽ മറച്ചിരിക്കുകയാണ്. ആര്യാടൻ ഷൗക്കത്തിൻ്റെ പേര് വീണ്ടും ഉയർന്നു വന്നതോടെ നിലപാട് മാറ്റുകയല്ലാതെ മറ്റു തരമൊന്നും അൻവറിന് മുന്നിലില്ല. അതെ, ഇനി ആരും വരണ്ട, ഞാൻ തന്നെ അങ്ങ് മത്സരിച്ചേക്കാം. അല്ല പിന്നെ എത്രയെന്ന് വെച്ചാൽ ഇതിൻ്റെ പേര് ഓരോരുത്തരുടെയും കാല് പിടിക്കുക. എനിക്കിനി അതിനൊന്നും സമയമില്ല, ഞാൻ തന്നെ അങ്ങ് മത്സരരംഗത്ത് ഇറങ്ങാമെന്നാണ് അൻവറിൻ്റെ ഇപ്പോഴത്തെ വാക്ക്. എന്തായാലും തിങ്കളാഴ്ച വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനുള്ള അതിർത്തി വ്യക്തമാക്കിയിട്ടുണ്ട്. ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുമുള്ള ഒരു സ്ഥാനാർത്ഥിയായിരുന്നു വേണ്ടത് എന്നായിരുന്നു അൻവറിൻ്റെ പക്ഷം. അൻവറിൻ്റെ ലക്ഷ്യം ആത്യന്തികമായി UDF പ്രവേശനമായിരുന്നു. ഈ അവസരത്തിൽ തന്നെ ഒരു സമ്മർദ്ദതന്ത്രം ചെലുത്തിക്കൊണ്ട് ലക്ഷ്യത്തിലേക്ക് എത്താമെന്നായിരുന്നു അൻവറിൻ്റെ ശ്രമം. പക്ഷേ അതെന്താണ്, 8 നില പൊട്ടി പാളീസായി. ആര്യാടൻ ഷൗക്കത്തിനെ നിർത്തിയാൽ മുസ്ലിം സംഘടനകൾ ഉൾപ്പെടെ പിന്തുണ ഉണ്ടാവില്ല എന്നും ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. നേരത്തെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിച്ചത് മുതൽ VS ജോയിയുടെ പേരാണ് അൻവർ മണ്ഡലത്തിലേക്ക് നിർദ്ദേശിച്ചത്. ആര്യാടൻ ഷൗക്കത്തിൻ്റെ പേരിന് ഒരു ഘട്ടത്തിലും അൻവർ പിന്തുണ നൽകിയിരുന്നില്ല. മാത്രമല്ല, ജോയിയുടെ പേര് നിർദ്ദേശിക്കാനുണ്ടായ കാരണവും അൻവർ അടുത്തിടെ വെളിപ്പെടുത്തിയിരുന്നു. മറ്റൊന്നുമല്ല, വനം വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് താൻ മുന്നോട്ട് വെച്ച വിഷയം ഏറ്റവും നന്നായി ഏറ്റെടുത്ത് ചെയ്യാൻ യോഗ്യതയുള്ള സ്ഥാനാർത്ഥി ജോയി ആണെന്നാണ് അൻവർ പറയുന്നത്. പ്രിയങ്ക ഗാന്ധിയുടെ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഒരു ക്രിസ്ത്യൻ UDF MLA പോലുമില്ലെന്നും ഇവിടെ അവർക്ക് 20% പ്രാതിനിധ്യമുണ്ട് എന്നും അൻവർ ചൂണ്ടിക്കാട്ടുന്നു. ഇതാണ് VS ജോയി വരണമെന്ന് പറയുന്നതിൻ്റെ കാരണമായി അൻവർ തൊടുത്തുവിടുന്നത്. എന്നാൽ മണ്ഡലത്തിൽ ആര്യാടന്മാർക്ക് ഉണ്ടായിരുന്ന കുത്തക തിരിച്ചു വരുമോ എന്ന ഭയമാണ് അൻവറിനെന്നാണ് ചില കേന്ദ്രങ്ങൾ നൽകുന്ന വിവരം. എന്തെന്നാൽ 1980 മുതൽ 2016 വരെയുള്ള 3.5 പതിറ്റാണ്ട് കാലം ആര്യാടൻ മുഹമ്മദ് വിജയിച്ചിരുന്ന നിലമ്പൂർ കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്നും LDFന് വേണ്ടി തിരിച്ചു പിടിച്ച ആളാണ് ഈ അൻവർ. അതുകൊണ്ട് തന്നെ വീണ്ടും മണ്ഡലം ആര്യാടന്മാരുടെ കയ്യിലേക്ക് പോവും എന്നതിൽ അൻവറിനൊരു അതൃപ്തിയുണ്ട്. പക്ഷേ കോൺഗ്രസിന് ഇക്കാര്യത്തിൽ ചില കൃത്യമായ കണക്കുകൂട്ടലുണ്ട് താനും. നിലമ്പൂരിൽ മലപ്പുറത്തും വലിയ പിന്തുണയുള്ള ആര്യാടൻ പാരമ്പര്യത്തെ കണ്ടില്ലെന്ന് നടിക്കാൻ കോൺഗ്രസിന് കഴിയാത്ത സാഹചര്യമാണ്. ഇതോടെ നിലമ്പൂർ കോൺഗ്രസിനും UDFനും ഒരു കീറാമുട്ടിയാവുമോ എന്നാണ് കണ്ടറിയേണ്ടത്. അൻവറിനെ പിണക്കിയാൽ അത് ഗുണം ചെയ്യില്ല എന്ന് കോൺഗ്രസിന് നന്നായി അറിയാം. മറ്റെന്തെങ്കിലും ഫോർമുല ഇതിനായി കണ്ടെത്തേണ്ടി വരുമോ എന്നതും പരിഗണനയിലുണ്ട്. അതല്ല ആര്യാടൻ ഷൗക്കത്തോ അല്ലെങ്കിൽ VS ജോയോ കൂടാതെ മൂന്നാമതൊരാൾ അവിടെ മത്സരിക്കുമോ എന്നതും ഏവരും ഉറ്റുനോക്കുന്ന കാര്യമാണ്. നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസ് അത്തരം ഒരു കടുങ്കൈക്ക് മുതിരുമോ എന്നാണ് കണ്ടറിയേണ്ടത്. ആര്യാടൻ ഷൗക്കത്തിനെ ഒഴിവാക്കിയാൽ അത് LDF മുതലെടുക്കുമോ എന്ന ഭയം കോൺഗ്രസിനുണ്ട്. നിലവിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ള അണിയറ നീക്കങ്ങൾ കോൺഗ്രസിൽ സജീവമായി നടക്കുന്നുണ്ട്. ആര്യാടൻ ഷൗക്കത്ത് അല്ലെങ്കിൽ PV അൻവർ രണ്ടിലൊരാൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. അതേസമയം നിലമ്പൂർ ഉൾപ്പെട്ട രാജ്യത്തെ 5 നിയമസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ച ഇന്നലെ രാവിലെയോടെയാണ്. ജൂൺ 19 വോട്ടെടുപ്പ് നടക്കുമെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. വോട്ടെണ്ണൽ 23 നടക്കും.